ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കറി എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്താണെന്നുള്ളത്. നമ്മുടെ താളും ചെറുപയറും കറിയാണ്, നാടൻ ഒഴിച്ചുകറി. അപ്പോൾ ഇത് അധികം ലൂസായിട്ടുള്ളൊരു ഒഴിച്ചുകറി അല്ല കേട്ടോ, കുറച്ച് തിക്നെസ് ഉള്ള രീതിയിലാണ് ഞാനിപ്പോൾ ഈ കറി ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തായാലും കർക്കിടക മാസത്തിൻ്റെ അവസാനമായപ്പോൾ നമ്മുടെ ഒരു നാടൻ കറി ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾ ആരും ഈ ഒരു കറി ഉണ്ടാക്കി കഴിച്ചിട്ടില്ലെങ്കിലും പുതിയ ജനറേഷനിലുള്ള ന്യൂ ജനറേഷനിലുള്ള കുട്ടികൾ കഴിച്ചിട്ടുണ്ടാവില്ലായിരിക്കും, പക്ഷേ പഴയ ജനറേഷൻ ഒരുപാട് കഴിച്ചിട്ടുള്ളൊരു കറിയാണിത്. അപ്പോൾ പഴയ ജനറേഷനൊരു ഓർമ്മപ്പെടുത്തലും പുതിയ ജനറേഷന് പുതിയൊരു കറിയുമാവട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഈ റെസിപ്പി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു കറി കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ഇതിന് മുൻപ് ഈ കറി കഴിച്ചിട്ടുണ്ടോ എന്നും കൂടി കമൻറ്റ് ചെയ്യുക. ഇതുപോലെയൊക്കെ തന്നെയാണോ കറി ഉണ്ടാക്കുന്നത് എന്നുള്ളതും കൂടി കമൻറ്റ് ചെയ്യുക. എന്താണെന്ന് വെച്ചാൽ ഞാൻ എൻ്റെ രീതിയിലാണ് ചെയ്തിട്ടുള്ളത്, നിങ്ങൾ നിങ്ങളുടെ രീതിയിലായിരിക്കുമല്ലോ ചെയ്യുന്നത്. പല നാടുകളിലും പല രീതിയിലായിരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഏത് രീതിയിലാണ് വീട്ടിൽ കറി ഉണ്ടാക്കുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ താളും ചെറുപയറും കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ താള് ചെറുപയർ കറിക്ക് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ താളെടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചെറുപയർ എടുത്തിട്ടുണ്ട്, തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്, ഇതിൽ 2 ഉള്ളി എടുത്തിട്ടുണ്ട് അരയ്ക്കാനായിട്ട്, പച്ചമുളകും വേപ്പിലയും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഒരു താളെ ഞാൻ എടുക്കുന്നുള്ളൂ കേട്ടോ കറിക്ക്, 2 താൾ എടുക്കുന്നില്ല. എടുത്ത് വെച്ചപ്പോൾ 2 എടുത്ത് വെച്ചു എന്നേ ഉള്ളൂ. ഒരു താളിനായിട്ട് 1/2 കപ്പ് ചെറുപയർ മതി. അതുപോലെ തന്നെ 1/4 കപ്പ് തേങ്ങ ചിരവിയത് വേണം. അപ്പോൾ ആദ്യം നമുക്ക് ഈ താളൊന്ന് കട്ട് ചെയ്തെടുക്കാം. താള് കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. താള് നമ്മൾ കഴുകി കഴിഞ്ഞിട്ടാണ് കട്ട് ചെയ്യുന്നത് കേട്ടോ. ആദ്യം നമ്മൾ താളിൻ്റെ ഈ സൈഡ് ഉണ്ടല്ലോ, ഈ 2 സൈഡ്സും കളഞ്ഞതിന് ശേഷം ഇതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. മുറിച്ച് കഴിഞ്ഞിട്ട് താള് കഴുകില്ല കേട്ടോ, അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ ആദ്യം നമുക്ക് ഈ 2 സൈഡ്സ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം. നമ്മളിപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി താളെടുത്താലും വെന്ത് വരുമ്പോൾ അത് കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു താളോ 2 താളോ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാം കേട്ടോ. കണ്ടോ, ആ 2 സൈഡ്സ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കാം നന്നായിട്ട്. കഴുകിയതിന് ശേഷം നമുക്ക് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ നമ്മുടെ താള് കഴുകി ക്ലീൻ ആയിട്ട് എടുത്തിട്ട് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ താള് കഴുകുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ അഴുക്കുണ്ടോ പൊടിയുണ്ടോ, പൊടി അഴുക്കൊക്കെ ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ മണ്ണിൽ നിൽക്കുന്നതല്ലേ. അപ്പോൾ ആ പൊടി അഴുക്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നേരെയാക്കി എടുക്കുക. ഇവിടെയാണ് ഉണ്ടാവാറുള്ളത് പൊടി അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ. ഇവിടെ ഇങ്ങനെ ബ്ലാക്ക് കളറിൽ മണ്ണൊക്കെ തെറിച്ചിട്ടുണ്ടാവും മഴ പെയ്യുമ്പോൾ. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി ക്ലീൻ ആക്കി എടുക്കുക. ഇനി നമുക്കിത് ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്യാം. നീളത്തിലല്ല, ചെറുതായിട്ട് മുറിക്കണം. ഇങ്ങനെയല്ലേ ചെറുതായിട്ട് അല്ല, വട്ടവും കൂടി മുറിക്കണം. ഞങ്ങള് 2 പേരും താള് കട്ട് ചെയ്യുന്നത് 2 രീതിയിലാണ്. അതിന്റെ ഒരു കൺഫ്യൂഷനാണ് ഇവിടെ. എന്താന്ന് വെച്ചാൽ ഞാൻ താള് കട്ട് ചെയ്യാത്തത് എനിക്ക് ചൊറിയും, എനിക്ക് താള് കറി കഴിച്ചാലും ചൊറിയും. അത് ഏത് മാസത്തിൽ, സാധാരണ കർക്കിടക മാസത്തിൽ താള് കറി കഴിച്ചിട്ടുണ്ടെങ്കിൽ ചൊറിയില്ല എന്നാണ് അറിയുക. പക്ഷെ എനിക്ക് താള് കറി കർക്കിടക മാസത്തിൽ കഴിച്ചാലും ചൊറിയും. അപ്പോൾ രാജീവേട്ടൻ്റെ രീതിയിൽ താള് കട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ഞാൻ കട്ട് ചെയ്യുന്നത് ഒന്നും കൂടി ചെറുതായിട്ടാണ്. ഇതൊന്ന് ക്രോസ് കട്ട് ചെയ്തിട്ടാണ് ചെയ്യാറുള്ളത്. നീളത്തിലല്ല, നീളത്തിലല്ല, ഞാൻ ഇത് കുറുകയാണ് കട്ട് ചെയ്തെടുക്കാറുള്ളത്. അപ്പൊ രാജീവേട്ടൻ്റെ അമ്മ കട്ട് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ഇന്ന് നമ്മുടെ താള് കറി ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. എന്റെ രീതി വേറെയാണ്. ശരി, ആയിക്കോട്ടെ. ഞാൻ കട്ട് ചെയ്യുന്ന രീതി വേറെയാണ്, ഞാൻ കണ്ടിട്ടുള്ള രീതിയും വേറെയാണ്. നമുക്ക് അടുത്ത പ്രാവശ്യം ഇത് താള് കറി വെക്കുമ്പോ എന്റെ രീതിയിൽ വെക്കാം, എന്റെ വീട്ടിൽ വെക്കുന്ന രീതിയിൽ വെക്കാം കേട്ടോ. അപ്പൊ 2 പേരും വീട്ടിൽ വെക്കുന്നത് 2 രീതിയിലാണ്. അതാണ് ഇവിടെ ഒരു കൺഫ്യൂഷൻ വന്നത്. ഞാൻ എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പടവലങ്ങയൊക്കെ കട്ട് ചെയ്യില്ലേ, അതിനേക്കാൾ കുറച്ചുകൂടി വലിയ പീസുകളായിട്ടാണ് താള് കട്ട് ചെയ്യാറുള്ളത്. അതാണ് ഞാനിപ്പോൾ പെട്ടെന്ന് ഞെട്ടിപ്പോയത് ഇങ്ങനെ കട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ. ഞാൻ ഞെട്ടിയില്ല, ഞാൻ ചെറുപ്പത്തിലോട്ട് ഇങ്ങനെ കഴിച്ചിരിക്കുന്നത്. അപ്പോൾ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ള ആളുകൾ പറയുന്നത് നമ്മൾ കേൾക്കണ്ടേ? തീർച്ചയായിട്ടും. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ പോവാം. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഏത് രീതിയിലാണോ കട്ട് ചെയ്യുന്നത് ആ രീതിയിൽ നിങ്ങൾ കട്ട് ചെയ്തോളൂ. ചിലപ്പോൾ കുറുകയായിരിക്കും കട്ട് ചെയ്യുന്നത്, ചിലപ്പോൾ നീളത്തിലായിരിക്കും കട്ട് ചെയ്യുന്നത്. ആ രീതിയിൽ കട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ രീതിയിലാണ് നമ്മളിപ്പോൾ താള് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇതുപോലെ നമുക്ക് ഈ താള് മുഴുവൻ കട്ട് ചെയ്തെടുക്കാം. അതിന് ശേഷം നമുക്ക്
കറി ഉണ്ടാക്കാം. അപ്പോൾ നമ്മുടെ താളിതാ നമ്മളിതുപോലെ മുറിച്ച് പീസുകളാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ചെറുപയർ കുക്ക് ചെയ്യാം. ചെറുപയർ കുക്ക് ചെയ്തിട്ട് അതിന് ശേഷമാണ് ഞാൻ താള് ചേർക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ചെറുപയർ 2 വിസിൽ വരെയും കുക്കാവാനായിട്ട്, താളിന് അത്രയും കുക്കിംഗ് ടൈം ഇല്ല. അപ്പോൾ ആദ്യം ചെറുപയർ കുക്ക് ചെയ്യാൻ വയ്ക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചെറുപയർ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഞാനിപ്പോൾ ചെറുപയറിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർക്കുകയാണ്. അതുപോലെ തന്നെ ഒരു പച്ചമുളകും കൂടി ചേർക്കുന്നുണ്ട് കേട്ടോ ചെറുപയറിൻ്റെ കൂടെ. എന്താണെന്ന് വെച്ചാൽ ചെറുപയറിൽ എരിവ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ പച്ചമുളക് ചേർത്ത് വേവിക്കണം. അപ്പോൾ നമുക്കിനി ഇത് 2 വിസിൽ വരുന്നത് വരെ അടച്ച് കുക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് അരപ്പ് റെഡിയാക്കി എടുക്കാം ഇതിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് വെളുത്തുള്ളി ചേർത്ത് അരയ്ക്കണം എന്നുണ്ടെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി ചേർത്തുള്ളൂ കേട്ടോ. ഞാൻ വെളുത്തുള്ളി ചേർക്കാതെയാണ് ഇങ്ങനെയുള്ള കറികൾക്കൊക്കെ അരപ്പ് റെഡിയാക്കുന്നത്. അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ചേർക്കുന്നില്ല. അപ്പോൾ നമുക്ക് അരപ്പ് റെഡിയാക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ അരപ്പ് റെഡിയാക്കാനായിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 2 ഉള്ളി ചേർക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം ക്യൂമിൻ സീഡ്സ് ചേർക്കുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ എരിവുള്ള മുളക് പൊടിയാണെങ്കിലും ചേർക്കാം കേട്ടോ, 1/2 ടീസ്പൂൺ തന്നെ. ഇതിലേക്ക് നമുക്ക് ഒരു 2 പച്ചമുളകും കൂടി ചേർക്കാം എരിവിനായിട്ട്. അത്യാവശ്യം എരിവുള്ള രീതിയിലാണ് ഞാൻ ഈ കറി റെഡിയാക്കുന്നത്. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഈ പച്ചമുളക് അരയ്ക്കുന്നത് ഒഴിവാക്കാം കേട്ടോ. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം. 1.25 കപ്പാണ് ഞാനിപ്പോൾ തേങ്ങ ചേർക്കുന്നത്. അതായത് ഒരു തേങ്ങയുടെ 1 മുറി, പകുതി മുറിയാണ് ചേർക്കുന്നത്. അതാണ് 1.25 കപ്പ് അളവിൽ മെഷർ ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇത് നമുക്ക് വെള്ളം ചേർത്ത് അരച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നമ്മുടെ അരപ്പ് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പയർ കുക്കായി കഴിഞ്ഞിട്ടുണ്ട്. കുക്കറിൻ്റെ പ്രഷർ കംപ്ലീറ്റ് പോയി കഴിയുമ്പോൾ തുറന്നിട്ട് നമ്മുടെ താളും കൂടി ചേർത്ത് വേവിക്കാം. അപ്പോൾ ഇതിലേക്ക് അരപ്പിലേക്ക് ഞാനൊരു 3 ഇതൾ കറിവേപ്പിലയും കൂടി ചേർത്തിരുന്നു കേട്ടോ. അത് പറയാൻ വിട്ടുപോയി. തേങ്ങ അരയ്ക്കുമ്പോൾ ഒരു 2-3 ഇതൾ കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ ചെറുപയർ ഇതാ കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. കുറച്ച് വെള്ളമുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് നമ്മുടെ താള് മുറിച്ചത് ഇട്ട് കൊടുക്കാം. താള് ഞാൻ ഇങ്ങനെ ഇടുന്നത് കൊണ്ട് വേറെ ഒന്നും വിചാരിക്കരുത്. എനിക്ക് ചൊറിച്ചിൽ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ ഇതുപോലെ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണ കർക്കിടക മാസത്തിലാണ് ഈ ചേമ്പും താളൊക്കെ കറി വെക്കാറുള്ളത്. പക്ഷേ കർക്കിടക അവസാനമായപ്പോഴാണ് നമുക്ക് താള് കിട്ടിയത്. അതുകൊണ്ടാണ് ഇപ്പോൾ കറി ഉണ്ടാക്കുന്നത്. ഇനിയിപ്പോൾ ഇത് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. താളൊന്ന് കുക്കായി വരട്ടെ. ഞാൻ 1 വിസിൽ വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യുന്നുണ്ട് അടച്ചു വെച്ചിട്ട്. ഇപ്പോൾ നമ്മൾ കുക്കർ തുറന്നിട്ടുണ്ട്. നമ്മുടെ താള് കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഇനി നമ്മുടെ അരപ്പ് ചേർക്കാം. അപ്പോൾ അരപ്പ് ചേർക്കുമ്പോൾ ആവശ്യത്തിന് വെള്ളവും കൂടി ചേർക്കാം കേട്ടോ. നമുക്ക് എത്ര ഗ്രേവി വേണം എന്നുള്ളതനുസരിച്ച് വെള്ളം ചേർക്കണം. ഞാനിപ്പോൾ കുറച്ച് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അരപ്പിൻ്റെ കൂടെ. ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് നോക്കാം. വെള്ളം കറക്റ്റാണ്. ഞാൻ ഇനി വെള്ളം ചേർക്കുന്നില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഈ അരപ്പൊന്ന് കുക്കായി വരുന്നത് വരെ, അതായത് നന്നായിട്ടൊന്ന് ആവി വരുന്നത് വരെ ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ വെള്ളം ചേർക്കാം കേട്ടോ. കുറച്ച് വെള്ളം ചേർത്ത് കറി റെഡിയാക്കുന്നതാണ് ഇങ്ങനെയുള്ള നാടൻ കറികൾക്ക് ടേസ്റ്റ്. അതുകൊണ്ടാണ് ഞാൻ ഒരുപാട് വെള്ളം ചേർക്കാത്തത്. നമ്മളിപ്പോൾ കുക്കറിൽ വേവിച്ചത് കൊണ്ടാണല്ലോ നമ്മുടെ താളൊക്കെ നന്നായിട്ട് കുക്കായി കഴിഞ്ഞു. അപ്പോൾ ഇത് തിളച്ചു പോവരുത്. ഈ കറി നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് തിളച്ചു പോവാതിരിക്കാനാണ്. എല്ലാ കറികളും ചെയ്യുമ്പോൾ നമ്മൾ പറയാറുണ്ട്, നമ്മുടെ നാടൻ കറികൾ തേങ്ങ അരച്ചിട്ടുള്ള കറികളൊക്കെ ചെയ്യുമ്പോൾ ആവി വരാനേ പാടുള്ളൂ, തിള വരരുത്. തിളച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോവും. അതെപ്പോഴും ശ്രദ്ധിക്കുക. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ തേങ്ങയൊക്കെ ഒന്ന് കുക്കായി വരും. അപ്പോൾ തേങ്ങ കുക്കായി കഴിഞ്ഞിട്ട് നമുക്കിതിലേക്ക് വറവ് ചേർക്കാം. അതുവരെ ഞാൻ ഇളക്കിക്കൊണ്ടിരിക്കട്ടെ. ഇപ്പോൾ ഉപ്പും എരിവൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ കുറച്ച് മുളക് പൊടി ഇതിലേക്ക് ചേർക്കാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. മുളക് പൊടി ചേർത്തെന്ന് വെച്ചിട്ട് മുളക് പൊടി കുക്കാവാതിരിക്കില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ മുളക് പൊടി കുക്കായി വന്നോളും. അപ്പോൾ നമ്മുടെ കറി ഇതാ നന്നായിട്ട് ആവി വരുന്നുണ്ട്. ഞാൻ മാറ്റി വയ്ക്കുകയാണ്. വേറെ പാൻ വെച്ചിട്ട് നമുക്കിനി വറവ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മൾ വറവിടാനായിട്ട് ഇതാ വെളിച്ചെണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ചേർക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങട്ടെ.
ഇതിലേക്ക് നമുക്ക് 3 വറ്റൽമുളകും കൂടി ചേർക്കാനുണ്ട്. ഞാനിപ്പോൾ വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് വറ്റൽമുളക് ചേർക്കാം. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർക്കാം. ഇനി ഇത് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറവ് നമുക്ക് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് കറി കാണാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചട്ടിയിലേക്ക് കറി മാറ്റിയത് കേട്ടോ. കുക്കറിലാകുമ്പോൾ കറി കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മുടെ വറവ് ചേർത്തത് നമുക്കൊന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അപ്പോൾ താള് ഇത്രയും കുക്ക് ആവണ്ടെന്നുണ്ടെങ്കിലുണ്ടല്ലോ, നിങ്ങൾ കുക്കറിൽ വേവിക്കാതിരിക്കുക. ചട്ടിയിലോ വേറെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളിലോ ഏതിലാണോ നിങ്ങൾ കുക്ക് ചെയ്യുന്നത് അതിൽ വെച്ചിട്ട് കുക്ക് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ എളുപ്പത്തിന് വേണ്ടി കുക്കറിൽ കുക്ക് ചെയ്തോന്നേ ഉള്ളൂ. അത് നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ കുക്ക് ചെയ്തെടുക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ താള് പീസായിട്ട് കിട്ടും നമുക്ക്. ഇതാകുമ്പോൾ ഉടഞ്ഞ് നന്നായിട്ട് കൊഴുപ്പുള്ള കറിയായിട്ട് കിട്ടും. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ഏത് രീതിയിലുള്ള കറി വേണമെന്നനുസരിച്ച് അതനുസരിച്ച് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ചെമ്പിൻ താള് ചെറുപയർ കറി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി കഴിക്കുക. കർക്കിടക മാസത്തിൽ മാത്രമല്ല, ചിങ്ങമാസത്തിലും കന്നിമാസം വരെ ഉണ്ടാക്കി കഴിക്കാം നമുക്ക് ഈ ഒരു കറി. കന്നിമാസം കഴിഞ്ഞിട്ടുണ്ടെങ്കിലാണ് താള് ചൊറിയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് താള് കിട്ടുന്നത് കന്നിമാസത്തിനുള്ളിലാണെങ്കിൽ എന്തായാലും ഉണ്ടാക്കി കഴിച്ചോളൂ. ചിങ്ങത്തിൽ ഉണ്ടാക്കി കഴിച്ചാലും കുഴപ്പമില്ല. കർക്കിടകം, ചിങ്ങം, കന്നി മാസങ്ങളിലാണ് നമ്മൾ താളുകറിയൊക്കെ ഉണ്ടാക്കുന്നത് പണ്ട് കാലം മുതലേ. അപ്പോൾ നിങ്ങൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന റെസിപ്പികൾ, കുക്കിംഗ് താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വരും. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. പിന്നെ നമ്മൾ വൈകാതെ ഇനി ഓണം റെസിപ്പീസാണ് ചെയ്യുന്നത്. അതിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഓണമാകുമ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിങ്ങം 1 മുതൽ നമുക്ക് ചെയ്തു തുടങ്ങാം. അങ്ങനെയാണ് ഞാനിപ്പോൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.